അനുവിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഞാന് നന്നായിട്ട് ഉറങ്ങും. അത് ഹോബിയാണ്. എന്റെ ഹോബി അതാണ്, നന്നായിട്ട് ഉറങ്ങും. പിന്നെ എന്താ പറയാ, ഡാൻസ് ചെയ്യും. ഡാൻസർ ഒന്നും അല്ല, ചുമ്മാ കിടന്ന് ഡാൻസ് ചെയ്യും. ചുമ്മാ അത് എന്തെങ്കിലും ട്രഡീഷണൽ ആണോ അതോ ചുമ്മാ ഡാൻസ്? ചുമ്മാ ഡാൻസ് ചെയ്യും, പാട്ടിടും. പിന്നെ എന്താ, പിന്നെ ജിമ്മിൽ പോവും. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. അല്ലെ, ഞാനിപ്പോ അങ്ങനെ പോകാറില്ല, ഇപ്പൊ തടി വെച്ചു. എന്നാലും എന്റെ ഹോബി അതായിരുന്നു. ഇപ്പൊ ഞാൻ മാറ്റി, ഇപ്പം സമയമില്ലാത്തോണ്ട് പോകുന്നില്ല. പിന്നെ വേറെന്തുവാ, ഇതൊക്കെ തന്നെയാണല്ലേ. ടി വി, പിന്നെ എപ്പോഴും ഫോൺ, സോഷ്യൽ മീഡിയയില്. പിന്നെ എന്താണ്, ഡാൻസ് ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും കയറിയിരുന്ന് ചുമ്മാ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നു. അയ്യോ, പാടാൻ തോന്നുന്നു. തള്ളു 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 പന്നാസ് വണ്ടി, തള്ളു 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 തള്ളി തല്ലിപ്പൊളി വണ്ടി, ഈ തല്ലിപ്പൊളി വണ്ടി. കറക്റ്റ് അല്ലേ? തള്ളായിട്ട് തോന്നിയോ? എനിക്ക് അങ്ങനെ തോന്നി. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, അറിയോ മധുരണ്ണൻ? മധുരണ്ണനെ എനിക്ക് എങ്ങനെ അറിയാം? അത് ഞങ്ങളെ നാട്ടിലൂടെ കിട്ടുന്ന ഒരു പഴമാണ്. ഞാൻ വിചാരിച്ചു വേറെ ഏതോ സീരിയലുള്ള ആളാണെന്ന്. അല്ല, മധുരണ്ണൻ എന്ന് പറഞ്ഞൊരു പഴം. ഇപ്പൊ ഈ കപ്പപ്പഴം, ഏത്തപ്പഴം, റോബസ്റ്റ്, പിന്നെ മറ്റേ പാളയംകുട, അങ്ങനെയുള്ള പഴങ്ങളുണ്ടല്ലോ, അതുപോലത്തെ ഒരു പഴമാണ് മധുരണ്ണൻ. അണ്ണാമ്പഴം എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഇത് മധുരണ്ണൻ. മധുരണ്ണൻ മധുരണ്ണനോ? മധുരണ്ണനല്ല, മധുരണ്ണൻ. മധുരണ്ണൻ എന്താണ് അതിന്റെ പ്രത്യേകത? അല്ല, സാധാരണ ഇപ്പൊ നമ്മളെ കല്യാണത്തിനൊക്കെ പോകുമ്പോ പായസത്തിനോട് തരുന്നില്ലേ പഴം? രസകദളിയോ? രസകദളി. ഞങ്ങള് പറയണ മധുരണ്ണൻ. മധുരണ്ണൻ. മധുരണ്ണൻ എന്താ അതിന് പ്രശ്നം? എന്താ പ്രശ്നമില്ല. അതെന്താന്ന് പറഞ്ഞാലേ, ഞാൻ ഒരു പ്രോഗ്രാമിൽ, ഞാൻ ചെയ്യുന്നൊരു പ്രോഗ്രാമിൽ ഇതുപോലെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ മധുരണ്ണനും കൂടെ ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പം എല്ലാവരും ഭയങ്കര ചിരി, അത്ഭുതത്തോടെ. മധുരണ്ണൻ അതെന്തുവാ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. പക്ഷെ ഈ ചിരിച്ചവർ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു. അതിനുശേഷം എല്ലാവരും എന്നെ മധുരണ്ണനെ വിളിക്കുന്നത് എവിടെ പോയാലും. അതാണ് കാര്യല്ലേ, മധുരണ്ണൻ. മധുരണ്ണി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മധുരണ്ണൻ. ചില ആൾക്കാർ ഇങ്ങനെ എനിക്കിഷ്ടമല്ല. കാരണം എന്ത് ചോദിച്ചാലും അറിയത്തില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കേട്ടുണ്ടോ? ഞാനും പറയാറുണ്ടല്ലോ, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയും. ഓ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലേ ആള്. അങ്കമാലിയിൽ ആരെങ്കിലും റിലേറ്റീവ് ഉണ്ടോ? ഇല്ല, ആരുമില്ല. വട്ടാണല്ലേ. ചെറുതായിട്ട്. കുക്കിംഗ് ഒക്കെ അറിയോ? എന്താണ് കുക്കിംഗ് അറിയാം. എന്തൊക്കെ ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ വീട്ടിൽ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കുന്ന അനുമോളാണോ അതോ? അല്ല, അമ്മ. അല്ല, ഞാനിപ്പോ ആരെങ്കിലും പറഞ്ഞ് നീ ഇതൊന്നും ഉണ്ടാക്കി താന്നും പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. പക്ഷെ അത് വായി വയ്ക്കാൻ കൊള്ളില്ല. അല്ല, ഭയങ്കര ടേസ്റ്റാ. സത്യം പറയട്ടെ, അനുമോക്കൊന്നും അറിഞ്ഞൂടാ. അതാണ് ഇല്ല, അറിയാം, വെറുതെ തള്ളുന്നതാണെന്നുള്ള കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാലേ, ഞാന് ഈ ലോക്ക്ഡൌൺ ടൈമിലാണ് ഇതെല്ലാം പഠിച്ചത്. ഏകദേശം 10 മാസമേ പഠിച്ചിട്ട്. അതിനിടെ ഇത്രയും പഠിക്കൂ? ഞാൻ എല്ലാം അറിയാലോ. അറിയാം. എന്തറിയാം? ഈ ഏത് കറി, ഇപ്പൊ എന്ത് കറി വെക്കണെങ്കിലും മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, അതൊക്കെ വേണമല്ലോ. അതൊക്കെ ഇതിലും എടുത്തിട്ടാ പോരെ? അപ്പൊ എല്ലാം കൂടെ ആദ്യം ഇട്ടിട്ട് ചിക്കനും അങ്ങിട്ട് കഴിഞ്ഞാൽ? അല്ല, അങ്ങനെയല്ല. എനിക്ക് കറിക്കൂട്ടൊക്കെ നന്നായിട്ട് ചെയ്യാറിയാം. സത്യം? പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അറിയാം. അല്ലേ, ഇത് പറഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അതെന്താണ് അങ്ങനെ? എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടം. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. എല്ലാത്തിനും ഈ ആക്ഷൻ തന്നെ വരുന്നത്. അല്ല, എനിക്ക് അറിയാം എന്നുള്ളൊരു അഹങ്കാരം. സത്യമായിട്ട് അറിയാം. ഈ അനുമോളുണ്ടല്ലോ, പുലിയാണ് ഏട്ടാ, പുലി.